ഇവിടെ ഞാൻ ശ്രീ അബ്ദുൽ ഖാദറിലേക്കാണ് വരുന്നത്. അദ്ദേഹം ആദ്യം ഉദാഹരിച്ചത് 2016 അധികാരത്തിൽ വന്ന് മാസങ്ങൾക്കപ്പുറം ഡിസംബറിൽ മുഖ്യമന്ത്രി പോയി അവരോട് സംസാരിച്ചതിനെക്കുറിച്ചാണ്. പക്ഷേ അത് വലിയ തമാശയാണ്, കോമഡിയാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ അതേ മുഖ്യമന്ത്രി 10 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ 10 വർഷം നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാ ഇങ്ങനെയൊക്കെ നിറവേറ്റി എന്ന് അവരോട് പോയി അവരുടെ മുമ്പിൽ നിന്ന് തന്നെ പറയാൻ ഉള്ള ആർജവവും താല്പര്യവും കാട്ടുന്നു എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ശ്രീ അബ്ദുൽ ഖാദർ, കെ വി അബ്ദുൽ ഖാദർ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 10 വർഷം ഈ വിമർശനം പറയുന്ന ആളുകൾ ഏതൊക്കെ തരത്തിൽ ഈ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇടപെട്ടു? ഏതെങ്കിലും തരത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു പ്രതിഷേധത്തിനോ ഇടപെടലിനോ പ്രതിപക്ഷത്തിന് പ്രവാസി പ്രശ്നങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഷാക്കിർ തുടങ്ങി വെച്ചത് താങ്കൾ കേട്ടല്ലോ. താങ്കളുടെ അഭിപ്രായത്തിൽ അതിനുള്ള മറുപടി അടക്കം എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് യഥാർത്ഥത്തിൽ കോമഡി ഇപ്പോൾ നേരത്തെ സംസാരിച്ച ലീഗ് നേതാവിൻ്റെ പ്രതികരണമാണ്. ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ ആരോ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ നടപടികൾ, ക്ഷേമ പദ്ധതികൾ വളരെ ആവേശപൂർവ്വവും ആഹ്ലാദപൂർവ്വവും പ്രവാസി മലയാളികൾ ഉൾപ്പെടെ കേൾക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ കൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ കേരള നിയമസഭയിൽ 15 വർഷം MLA ആയിരുന്ന ഒരാളാണ്. എനിക്ക് വ്യക്തമായിട്ടറിയാം, 2006 VS ഗവൺമെൻറ്റാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രവാസി ക്ഷേമ നിയമം കൊണ്ടുവരുന്നത്. KMCC നേതാവ് ഇതിന് വിയോജനം ഉണ്ടെങ്കിൽ ഇതിന് ശേഷം പറഞ്ഞോളൂ. ഇതിനു മുമ്പ് UDF ഗവൺമെൻറ് ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ കൊണ്ടുവന്നോ? നിങ്ങൾ കൊണ്ടുവന്നില്ല. PK ഗുരുദാസൻ തൊഴിൽ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ നിയമം നിയമസഭയിൽ പൈലറ്റ് ചെയ്തത്. ഞാൻ ആ സഭയിൽ അംഗമായിരുന്നു. ആദ്യമായിട്ടാണ് ആ നിയമം കൊണ്ടുവരുന്നത്. 500 രൂപയാണ് അന്ന് പ്രവാസി പെൻഷൻ. 2011 ഞങ്ങളുടെ ഗവൺമെൻറ് പോയി, UDF ഗവൺമെൻറ് വന്നു. ഞാൻ 5 കൊല്ലം നിയമസഭയിലുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എപ്പേർപ്പെട്ട നേതാക്കളൊക്കെ ആ മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. KMCCക്കാർ മുഴുവൻ പിന്തുണച്ച ഗവൺമെൻറ്റായിരുന്നു. ഞാൻ ചോദിക്കുന്നു, 2011 മുതൽ 2016 വരെ ഭരിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? പെൻഷൻ കൂട്ടിയോ? ഇവിടെ അദ്ദേഹം പ്രസവാനുകൂല്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രവാസികൾക്ക് പെൻഷൻ നൽകണം, വർദ്ധിപ്പിക്കണം എന്ന നിയമസഭയിൽ എൻ്റെ 4 സബ്മിഷന് മറുപടി പറഞ്ഞപ്പോഴും പരിഗണിക്കാം, കൂട്ടാം എന്ന് പറഞ്ഞതല്ലാതെ 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. അവിടെയാണ് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ആർജവം. തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, LDF ഗവൺമെൻറ് 2016 വന്ന ശേഷമാണ് ആ 500 രൂപ ആദ്യം 2000 രൂപയായിട്ട്, പിന്നീട് അത് 3000-ഉം 3500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ ഉള്ള ഈ പദ്ധതി നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇല്ല. കോൺഗ്രസ്സുകാർ, അവർക്ക് സംഘടനയുണ്ട്, അവർക്ക് അവരുടെ ആളുകൾ പുറത്ത് പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഒരിടത്തുമില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഇന്ന് പ്രവാസ ലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടിസ്ഥാനം. അല്ലാണ്ട് ആരും ഓടിച്ചെന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല നേതാക്കളും പോയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഹോട്ടലിൽ 4 ആൾ ചേർന്ന് ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചതല്ലാതെ അവിടെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ നിങ്ങളുടെ ഒരു നേതാവിനും ഇന്നോളം കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ അത് കഴിയുന്നത് അദ്ദേഹം പ്രവാസികളോട് കാണിച്ച ഏറ്റവും വലിയ ഹൃദയവിശാലതയാർന്ന സമീപനാണ്. അദ്ദേഹം കോവിഡ് കാലത്ത് ആട്ടിയോടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ? മിസ്റ്റർ, നിങ്ങൾ കാര്യമറിയാതെ സംസാരിക്കരുത്. ഇന്ത്യയിലാകെ കോവിഡ് കാലത്ത് തിരിച്ചെത്തി ഗൾഫിലേക്ക് പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് പോക്കറ്റ് മണി പ്രഖ്യാപിച്ച ഏക ഗവൺമെൻറ് കേരളത്തിൽ LDF ഗവൺമെൻറ്റാണ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും 5000 രൂപ വെച്ച് നൽകി. 5000 രൂപ വലിയ സംഖ്യയാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു സഹായം എന്ന് പറയുന്നത് അക്കാലത്ത് ആ ഘട്ടത്തിൽ അതൊരു വലിയ സഹായം തന്നെയായിരുന്നു. വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. പ്രവാസി ക്ഷേമ നിധി, അതിൻ്റെ ആനുകൂല്യങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് 70 കോടി രൂപ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എത്ര കൊടുത്തു? നിങ്ങളുടെ കാലത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ? പ്രവാസി ക്ഷേമത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന KMCCയും OICCയും
നിങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയണം. മാത്രമല്ല, നിങ്ങൾ കേന്ദ്രം ഭരിച്ചിരുന്നില്ലേ, UPA ഇപ്പോൾ BJP ഭരിക്കുകയാണ്. 6 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് UDF കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിലും വിമാനക്കൂലി പ്രവാസി മലയാളികൾക്ക് കൂടുതൽ, മറ്റ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാസി മലയാളികളെ തലയിൽ കെട്ടിവെച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാൻ ഒരവകാശവും ഇല്ല. LDF ഗവൺമെൻറ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നമുക്ക് അടുത്ത റൗണ്ടിൽ അതിലേക്ക് കൂടി വരാം.